കോഴിക്കോട് മുക്കം മണാശ്ശേരിയിൽ മധ്യവയസ്കൻ അയൽവാസിയുടെ വെട്ടേറ്റ് കൊല്ലപ്പെട്ടു. മണാശ്ശേരി സ്വദേശി വിനോദ് കുമാറാണ് കൊല്ലപ്പെട്ടത്. അയൽവാസിയായ ജയകുമാറാണ് കഴുത്തിന് വെട്ടി പരിക്കേൽപ്പിച്ചത്. മദ്യലഹരിയിൽ ഉണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം. വിനോദ് കുമാറിനെ ഉടൻ തന്നെ KMCT മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. മൃതദേഹം ഇപ്പോൾ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. കൊലപാതകത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതി ജയകുമാറിനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. അവന് ലഹരി അടിക്കുന്നവനാണ് സാധാരണ. അപ്പം അങ്ങനെ അവൻ അടിച്ച് വന്നപ്പോൾ റോട്ടുമ്പോൾ തന്നെ തോന്നിയാസൊക്കെ പറഞ്ഞിട്ടാണ് വരുന്നത്. അപ്പം എൻ്റെ വൈഫ് കോളേജിൽ നിന്ന് വർക്ക് ചെയ്ത് വരുന്നതാണ്. അപ്പോൾ വരുമ്പോൾ നിങ്ങളോട് പറയാൻ പറ്റാത്ത ഈ തോന്നിയാസൊക്കെ പറയാം. ഓള് വിചാരിച്ച ഓളോടല്ല വിചാരിച്ച്. അപ്പോൾ വീടിൻ്റെ അടുത്തെത്താൻ നേരത്ത് ഓള് ചോദിച്ചാൽ ഈ ആരോടാ പറയുന്നത്? പിന്നെ എന്നോട് തന്നെയാണെന്നും പിന്നെ കുറേ കയറിയും തോന്നിയാസൊക്കെ ആയിട്ട് പറഞ്ഞു. ഞാൻ ഇപ്പോൾ നിങ്ങളോട് പറയാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ട് അത് കഴിഞ്ഞ് കയറുവനും അവിടെ നിന്നിപ്പോൾ അടുത്തുള്ളവരൊക്കെ തോന്നിയാസം വിളിക്കാൻ പറഞ്ഞു. അടുത്തുള്ളവർ ഒക്കെ ഇവനോട് പ്രതികരിക്കാൻ തുടങ്ങിയപ്പോൾ ഇവനോട് അടുത്തുള്ള ആൾക്കാരോടൊക്കെ ഇവൻ പ്രതികരിക്കാൻ തുടങ്ങി. അപ്പോൾ അവൻ കല്ലെടുത്ത് എറിയാൻ തുടങ്ങി. അപ്പോൾ ഞാൻ പറയുന്നുണ്ട് അവൻ പോകണ്ട, അവൻ നോർമൽ അല്ല എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും പുറത്ത് വന്ന് ഇവനിങ്ങനെ സഹിച്ചോടായത് പെണ്ണുങ്ങളും ഒക്കെ ഇവൻ ചോദിക്കാനായിട്ട് പോയി കൂട്ടാ. അപ്പോൾ ഇയാൾ മുന്നിലായിട്ട് പോയി കൂട്ടാ. അതിൽ ഇവൻ വന്ന് കത്തി കൊണ്ട് വെട്ടിയ ഇരുടാണല്ലോ, കാണുന്നില്ലല്ലോ. 7-7:30 മണിയായി. തിരുവനന്തപുരം കണ്ടല അരുമാളൂരിൽ ബന്ധുവിന്റെ പുരയിടത്തിൽ പാർക്ക് ചെയ്തിരുന്ന ഇന്നോവ കാർ അജ്ഞാതർ തകർത്തു. സംഭവത്തിൽ നിംഷാദ് എന്നയാൾ നൽകിയ പരാതിയിൽ മാറലൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഓട്ടോറിക്ഷയിലെത്തുന്ന യുവാക്കൾ ഈ പുരയിടത്തിൽ വെച്ച് മദ്യപിക്കുന്നത് പതിവായിരുന്നുവെന്ന് നിംഷാദ് പറഞ്ഞു. കാര്യം അവരോട് സംസാരിക്കുകയും ചെയ്തിരുന്നു. ഇന്നലെ വാഹനം ഒതുക്കാനെത്തിയപ്പോൾ ഇവർ മദ്യപിക്കുന്നത് കണ്ടെങ്കിലും ഒന്നും പറയാതെ നൌഷാദ് തിരികെ പോയി. പിന്നീട് വന്ന് നോക്കിയപ്പോഴാണ് വാഹനത്തിന്റെ വലതുഭാഗത്തെ ഡോർ ഇടിച്ച് നശിപ്പിക്കുകയും ഗ്ലാസിലും വാഹനത്തിന്റെ ബോഡിയിലും സിഗരറ്റ് കൊണ്ട് വരച്ച് നശിപ്പിക്കുകയും ചെയ്ത നിലയിൽ കണ്ടത്. ഇത് എൻ്റെ മാമൻ്റെ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ എൻ്റെ വീട് തൊട്ടടുത്താണ്, ഒരു 100 മീറ്റർ അകലെയാണ്. ഞാനിവിടെയാണ് എൻ്റെ വർഷങ്ങളായിട്ട് എൻ്റെ വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലം. പക്ഷേ ഇത് നിരവധി തവണയായിട്ട് 2 സാമൂഹിക വിരുദ്ധർ ഇവിടെ സ്ഥിരം വന്ന് ഒരു ഓട്ടോയിലിരുന്ന് വെള്ളം അടിക്കാറുണ്ട്. നിരവധി തവണ ഞാനത് പറഞ്ഞിട്ടുണ്ട്. ഇനി മേലെ ഈ പ്രോപ്പർട്ടിക്കകത്തിരുന്ന് വെള്ളം അടിക്കാൻ പാടില്ല, നിങ്ങൾക്ക് വെള്ളം അടിക്കുന്നതിന് പുറത്തെവിടെയെങ്കിലും പോകാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നിന്ന് പലതവണ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കങ്ങളായിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിയായിട്ട് അവർ പോയിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ ഒരു വാശിയുടെ പുറത്ത് ഇവിടെ ഇരുന്നേ വെള്ളം അടിക്കുള്ളൂ എന്നുള്ളൊരു ചിന്താഗതിയോടുകൂടി 2 പേര് വരികയും ഓട്ടോയ്ക്കകത്തിരുന്ന് വെള്ളം അടിക്കുന്നത് കണ്ടപ്പോഴത്തേക്കും ഞാൻ വേറെ ഒന്നും പറഞ്ഞില്ല. ഞാൻ തിരിച്ച് വണ്ടി പാർക്ക് ചെയ്തിട്ട് പോവുമായിരുന്നു. ഇന്ന് രാവിലെ വെളുപ്പിനെ വന്ന് ഞാൻ എൻ്റെ വണ്ടി നോക്കുമ്പോഴത്തേക്കും ഇതാണ് അവസ്ഥ. വണ്ടി ഇടിച്ച് പൊളിച്ച് വണ്ടിയുടെ 4 ഭാഗവും സിഗരറ്റും കഞ്ചാവും ഇതെല്ലാം ഫുള്ള് അതിൻ്റെ സിഗരറ്റ് കുറ്റികളാണ് ഇതിനകത്ത് ഉള്ള മുഴുവനും. ഇടുക്കി മൂന്നാറിൽ ദേശീയപാതയോരത്തെ അനധികൃത കയ്യേറ്റങ്ങൾക്കെതിരെ റവന്യൂ വകുപ്പിന്റെ കർശന നടപടി. നോട്ടീസ് നൽകിയിട്ടും ഒഴിഞ്ഞു മാറാതിരുന്ന വഴിയോര കടകൾ വൻ പോലീസ് സുരക്ഷയിൽ ഒഴിപ്പിച്ചു. ഗതാഗത കുരുക്ക് പരിഹരിക്കാനുള്ള നടപടികളുടെ ഭാഗമായാണ് വ്യാപക ഒഴിപ്പിക്കൽ.